ഇത്രയ്ക്കും വാശി പിടിക്കേണ്ട കാര്യമില്ല അൻസിബ. നിങ്ങളൊരു നിലപാടെടുക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിന്മേൽ അന്തിമ തീരുമാനം ഇതുവരെ വരാത്തതുകൊണ്ടാണ്. കോടതിയൊന്നുമല്ല. അൻസിബയ്ക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കും. ഈ മാധ്യമപ്രവർത്തകയോട് നിങ്ങൾ കോടതിയൊന്നുമല്ലല്ലോ എന്ന് ചോദിച്ചത് അൻസിബയ്ക്ക് പകരം സുരേഷ് ഗോപിയോ മറ്റോ ആയിരുന്നിരിക്കണം. എങ്കിൽ ഈ മാപ്രക്കൂട്ടങ്ങളും വേറെ കുറച്ച് കരച്ചിലോളികളും ചേർന്ന് കേരളം കത്തിച്ചേനെ. അന്തിച്ചർച്ചയ്ക്ക് മേക്കപ്പും ഇട്ട് വന്ന് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് വായിൽ തോന്നുന്നത് വിളിച്ചു പറയുന്നതും അന്യന്റെ സ്വകാര്യതയിലേക്ക് മൈക്കും കുത്തിക്കയറ്റി ചെല്ലുന്നതും പല മതവിഭാഗക്കാരെയും രാഷ്ട്രീയക്കാരെയും ഒക്കെ ചർച്ചയ്ക്ക് വിളിച്ചിരുത്തി തമ്മിലടിപ്പിച്ച് റേറ്റിംഗ് കൂട്ടുന്നതുമൊക്കെയാണ് ഇപ്പൊ ഇവരുടെ മാധ്യമധർമ്മം. എന്ത് മാധ്യമധർമ്മം? നിങ്ങളുടെ ചാനൽ മുതലാളിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഇംഗിതത്തിന് എതിരായി എന്തെങ്കിലും ചാനലിൽ സംസാരിക്കാനുള്ള അധികാരം പോലും നിങ്ങൾക്കുണ്ടോ? ഇതിന്റെയൊക്കെ ഇരിപ്പും പടിതിയും കണ്ടാൽ തോന്നും കേരളത്തിലെ മൊത്തം പ്രശ്നങ്ങളും പരിഹരിക്കുന്നത് ഇവന്മാരാണ്. ആരുടെയൊക്കെ റിമോട്ടിനു മേൽ ചലിക്കുന്ന സ്വന്തമായി അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ശമ്പളക്കാരല്ലേ നിങ്ങൾ? ആടിനെ പട്ടിയാക്കുന്ന ഈ മാപ്രക്കൂട്ടങ്ങളെ നിലയ്ക്ക് നിർത്തേണ്ട സമയം അതിക്രമിച്ചു. അതുതന്നെയാണ് സുരേഷ് ഗോപിക്കും ഈ വർഗങ്ങളോടുള്ള സമീപനത്തിന്റെ അടിസ്ഥാനം. കാര്യലബ്ധിക്ക് വേണ്ടി ഈ വർഗങ്ങളുടെ മുൻപിൽ ഇളിച്ചു കാണിക്കുന്നവരെക്കാളും ശരി അദ്ദേഹം തന്നെയാണ്. ഇപ്പോഴും ഈ വർഗങ്ങളുടെ മുമ്പിൽ സ്വന്തം ഇമേജ് കാക്കാൻ വേണ്ടി ഇളിച്ചു കാണിച്ച് മൂടും താങ്ങി നടക്കുന്ന സാംസ്കാരിക നായകന്മാരും കലാകാരന്മാരും രാഷ്ട്രീയക്കാരുമൊക്കെ നമുക്കിടയിൽ തന്നെയുണ്ട്. അവർ സ്വന്തം കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാൻ വളം വെച്ച് കൊടുക്കട്ടെ. നാളെ സൂര്യൻ പടിഞ്ഞാറാണ് ഉദിക്കുന്നതെന്ന് ഈ മാപ്രക്കൂട്ടങ്ങൾ പറഞ്ഞാൽ അതും നമ്മൾ വിശ്വസിക്കേണ്ടി വരും.